അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടന്ന എക്സിബിഷന്റെ ഭാഗമായി ഒരുക്കിയ നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും ശേഖരം കൗതുകവും അറിവും പകരുന്നതായി. 10,000-ലധികം സ്റ്റാമ്പുകൾ പ്രദർശനത്തിനായി എത്തിച്ചിരുന്നു. 25-ലധികം രാജ്യങ്ങളിലെ നാണയങ്ങളും കറൻസികളും രാജ്യത്തെ പുരാതന നാണയങ്ങളും കണ്ടറിയുവാൻ എക്സിബിഷൻ അവസരമൊരുക്കി. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടന്ന എക്സിബിഷൻ ഇൻസ്പോ 2K24ന്റെ ഭാഗമായിട്ടായിരുന്നു നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും വിപുലമായ ശേഖരം ഒരുക്കിയിരുന്നത്. 100-ലധികം രാജ്യങ്ങളിലായി ഇറക്കിയ 10,000-ലധികം സ്റ്റാമ്പുകൾ പ്രദർശനത്തിനായി എത്തിച്ചിരുന്നു. അമേരിക്കയിൽ ഇറക്കിയ സിൽവർ സ്റ്റാമ്പും ഗോൾഡ് സ്റ്റാമ്പും സ്റ്റാമ്പ് ശേഖരത്തിൽ വ്യത്യസ്തത പുലർത്തി. നാണയ ശേഖരവും സ്റ്റാമ്പ് ശേഖരവും കാണാൻ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. വിശ്വദീപ്തിയിൽ വളരെ വിശാലമായിട്ടുള്ള സ്റ്റാമ്പ് കളക്ഷനും അതുപോലെ തന്നെ കോയിൻ കളക്ഷനും വിവിധ രാജ്യങ്ങളിലെ കറൻസികളുടെ കളക്ഷനും നടക്കുന്ന ഒരു സ്റ്റോളാണിത്. ഏകദേശം 10,000-ലധികം സ്റ്റാമ്പുകളുടെ വിവിധ രാജ്യങ്ങളുടെ കളക്ഷൻസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പല കാറ്റഗറികളിലായിട്ടാണ് ഇവ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ 50-ൽ പരം രാജ്യങ്ങളിലെ കറൻസിയും അതുപോലെ കോയിൻസും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ USA-യുടെ ഒരു ഗോൾഡൻ സ്റ്റാമ്പും അതുപോലെ തന്നെ ഒരു സിൽവർ സ്റ്റാമ്പും അതിന്റെ പ്രദർശനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. 25-ലധികം രാജ്യങ്ങളിലെ നാണയങ്ങളും കറൻസികളും രാജ്യത്തെ പുരാതന നാണയങ്ങളും കണ്ടറിയുവാൻ എക്സിബിഷൻ അവസരമൊരുക്കി. 1999 മുതൽ 2008 വരെ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങൾ പുറത്തിറക്കിയ നാണയങ്ങളും ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന പുരാതന നാണയങ്ങളും അണയും ഓട്ടക്കാലണയും ഒക്കെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടാൻ എക്സിബിഷന്റെ ഭാഗമായുള്ള നാണയ ശേഖരം സഹായകരമായി. നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും പ്രദർശനം നാളെയും തുടരും. ന്യൂസ് ബ്യൂറോ, അടിമാലി.